നമസ്തേ. ഇനി നമ്മൾ 11ാമത്തെ ദണ്ഡകമാണ്. ഹേമ കുംഭോപമോത്തുംഗ വക്ഷോജ ഭാരാവനമ്രേ ത്രിലോകാവനമ്രേ ലസദ്വൃത്ത ഗംഭീര നാഭീസരസ്ഥീര ശൈവാല ശങ്കാകര ശ്യാമരോമാവലീഭൂഷണേ മഞ്ജു സംഭാഷണേ. പദച്ഛേദം ചെയ്ത് പറയാം. ഹേമ കുംഭ ഉപമ ഉത്തുംഗം. ഹേമ കുംഭോപമോത്തുംഗം വക്ഷോജ ഭാര അവനമ്രേ ഭാരാവനമ്രേ ത്രിലോക അവനമ്രേ ത്രിലോക അവനമ്രേ ലസത് വൃത്ത ഗംഭീര നാഭി സരസ്തീര ലസത് വൃത്ത ഗംഭീര നാഭി സരസ്തീര ശൈവാല ശങ്ക ആകര ശ്യാമ രോമാവലീഭൂഷണേ മഞ്ജു സംഭാഷണേ. ഹേമം സ്വർണം, കുംഭം കുടം, ഉപമ ഉത്തുംഗം സ്വർണക്കുടത്തിന് സമാനമായി തടിച്ച, വക്ഷോജം മാറിടം സ്വർണക്കുടം പോലെ തടിച്ച മാറിടത്തോടു കൂടിയവളെ. ആ മാറിടത്തിന്റെ ഭാര അവനമ്രേ ആ മാറിടങ്ങളുടെ ഭാരം കൊണ്ട് അല്പം കുനിഞ്ഞവളെ. ത്രിലോക അവനമ്രേ 3 ലോകങ്ങളിലുള്ളവരും കുനിഞ്ഞു നമസ്കരിക്കുന്നവളെ. ലസത് ലസിക്കുന്നു. എന്തേ? വൃത്ത ഗംഭീര നാഭി സരസ് അമ്മയുടെ നാഭിപ്രദേശം വൃത്തത്തിലും ആഴത്തിലുമുള്ളതായ തടാകം പോലെ ലസിക്കുന്നു. ലസത് ലസിക്കുന്നു. വൃത്ത ഗംഭീര നാഭി സരസ് വൃത്തത്തിലും ആഴത്തിലുമുള്ളതായ സരസിനെ പോലെ തടാകത്തിനെ പോലെ നാഭി ലസിക്കുന്നു. ഇനി ആ തടാകത്തിന്റെ തീരത്തിൽ നാഭി സരസ് തീര ശൈവാലം കരിമ്പായൽ ശങ്കാകരം കരിമ്പായലാണോ എന്ന് ശങ്കയെ ജനിപ്പിക്കുന്ന ശ്യാമരോമാവലീഭൂഷണേ കറുത്ത രോമക്കൂട്ടത്തോട് കൂടിയവളെ. അപ്പോൾ അമ്മയുടെ ആ നാഭിപ്രദേശത്തെ ഒരു വൃത്തത്തിലും ആഴത്തിലുമുള്ള തടാകം പോലെ ഉപമിച്ചിട്ട് ആ തടാകത്തിന്റെ തീരത്തു പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിമ്പായലാണോ എന്ന് തോന്നുന്നത് പോലെയുള്ള കറുത്ത രോമക്കൂട്ടത്തോട് ഭൂഷണേ അത് ഭൂഷണമായിരിക്കുന്നവളെ. മഞ്ജു സംഭാഷണേ മനോഹരമായി സംഭാഷണമുതിർക്കുന്നവളെ എന്ന് സാരം. അപ്പോഴേ മാറിടം സ്വർണക്കുടം പോലെ തടിച്ചതും ഭാരമുള്ളതും ആകയാൽ അല്പം കുനിഞ്ഞവൾ. 3 ലോകത്തിലുള്ളവരും കുനിഞ്ഞ് നമസ്കരിക്കുന്നവൾ. നാഭിപ്രദേശം വൃത്തത്തിലും ആഴത്തിലുമുള്ള തടാകം പോലെ. നാഭിക്കു ചുറ്റുമുള്ള രോമാവലി തടാകത്തിനു ചുറ്റുമുള്ള കരിമ്പായലു പോലെ തോന്നിക്കുന്നു. അങ്ങനെ മധുരമായി സംസാരിക്കുന്നവൾ. അങ്ങനെയുള്ള ശ്യാമളാദേവി അവിടുന്ന് ജയിക്കട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. ഹേമകുംഭോപമോത്വംഗ വക്ഷോജ ഭാരാവനമ്രേ ത്രിലോകാവനമ്രേ ലസദ്വൃത്ത ഗംഭീര നാഭി സരസ്തീര ശൈവാല ശങ്കാകര ശ്യാമ രോമാവലീഭൂഷണേ മഞ്ജു സംഭാഷണേ. ഹരി ഓം.